ഹലോ ഗൈസ്, ഹലോ 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 എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ നമ്മുടെ പാൽ വേൾഡിൻ്റെ 13ാമത്തെ വീഡിയോ എന്ന് തോന്നുന്നു. 13ാമത്തെ വീഡിയോ ആണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ മറ്റേ ഗ്രിൻഡാലേനെ പിടിച്ചായിരുന്നു. ഇന്ന് നമ്മൾ പോകുന്നത് ഡുമുഡിനെ പിടിക്കാനാണ്. ഡുമുഡാണ് ഇന്നുള്ളതിൽ ഏറ്റവും ചെറുത്ത്. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ നൈറ്റ് വിങ്, വെൽബാറ്റ് ഇവരൊക്കെ ഉള്ളത്. അപ്പോൾ എന്തായാലും നമ്മൾ ഡുമുഡിൻ്റെ അടുത്തോട്ടെ. എൻ്റെ ഒപ്പം ഉള്ളവർക്ക് ഇവിടെ വരെ ഇതുള്ളൂ ഫാസ്റ്റ് ട്രാവൽ. അപ്പോൾ നമ്മൾ ഇവിടെ പോയിട്ടാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് ലേക്ക് സെൻറ്ററിൽ പോയിട്ട് അവിടെ നിന്ന് പോകല്ലേ? ലേക്ക് സെൻറ്റർ ആ പോണ വഴിക്ക് സ്ഥലങ്ങൾ റിവീൽ ചെയ്യാണ്ട്. ആ ഡുമൂഡിന് പോണ വഴിക്ക് നിനക്ക് ബാക്കിയുള്ളവരെ റിവീൽ ആവും. അപ്പോൾ ആ വഴി പിടിച്ച് പോവാം. ആര്? റോബിൻ ഹുഡ്. ഓ എന്റെ പൊന്നോ, അത് എന്തൊരു അറ്റാക്കിങ് അത്! പിടിക്കാനാണോ കൊല്ലാനാണോ? പിടിക്കാൻ നോക്കട്ടെ. ഓ ഇവനെ പിടിക്കാൻ മറ്റേ വേണം. ഓടിച്ചിരിക്കുന്നോടാ എന്നറിയില്ല. കേറോ. ആ അടിച്ചാവും. ഇതിന് കയറുമായിരിക്കും. ആ കയറിന്ന് തോന്നണം. ആ കയറി ബാപ്പുവാ. ഏത് സൈഡാ? ഓ ലോഗിങ് ഫോർമാന്. ഹാ മരം ഇറക്കാനാണ് കിട്ടിയേട്ടാ. മുട്ട എടുത്തേക്കട്ടെ. ഇങ്ങോട്ടാ എനിക്ക്. നിന്റെ ഓൾറെഡി ഇല്ലേ റോബിന്? താരം എവിടെ പോ? ഡുമുഡ് വെള്ളത്തിലുണ്ടാന്ന് തോന്നുന്നു. സ്രാവ് ബാബാ ഒപ്പം പിടിച്ചോ. കുറച്ച് ടൈം എടുക്കും അങ്ങോട്ട് എത്താൻ. നിങ്ങളെ ഫസ്റ്റ് തന്നെ ലൈക്ക് അടിച്ചിരിക്കുക. ആരൊക്കെയെന്ന് വെച്ചാൽ കമന്റ് ചെയ്യൂ. സൗണ്ട് എപ്പോഴും ശരിയായിട്ടില്ല കേട്ടോ. ഒപ്പം പിടിക്കണ്ട. കിളിനും വെച്ചിട്ട് ആണല്ലേ ഇവിടെ കൊന്നാണ്. ഇതാരാ ഇവിടെ ഒരാളെ റിവീൽ ചെയ്യിക്കണ്? ഓ എലിസാബി. മുട്ട അവിടെ നിന്നിട്ടാലും എടുത്തേക്കാം. മുട്ട വിരിയിക്കുന്ന വീഡിയോ ചെയ്യണം. നമുക്ക് ഒരു ബേസിൽ നിറച്ച് ഇൻക്യുബേറ്ററും പണിയണം കേട്ടോ. ചുറ്റോറ് ഇൻക്യുബേറ്റർ. കൂട്ട എന്താ ചാടിയാ? കാണുന്നില്ലല്ലേ? ആ എന്തെറ്റിയതാ? ഓടോ ഓടോ പൊള്ളുന്നു. ഫോട്ടോ ആ വഴി പോവാൻ ചേട്ടാ. ഹോട്ടെന്ന് എഴുതി കാണിച്ചു. ഹോട്ട് പൊള്ളി. ഈ മരയുടെ സൈഡിൽ കൂടെ പിടിച്ചോ ബാ. അപ്പൊ എന്താ ഇതുണ്ടാക്കേണ്ടി വരും അല്ലേ? ആർമറാ? അല്ല നമുക്ക് ഇതിൽ കൂടെ പോണ്ട. കട്ട് ചെയ്ത് പോകും. ഷോർട്ട് കട്ട് ഉണ്ട്. പിന്നെ ഉണ്ടാ? ആ ഉണ്ടല്ലേ. സ്പീഡ് കൂട്ടാൻ വേണ്ടി ഇതുപോലെ ചെയ്യും. എന്താ ചെയ്യാ? ഓ ലാർജ് ഡാർക്ക് എഗ്. എടാ എൻ്റെ ഒരു സ്പീർ പോയി. അയ്യോ അത് വീണ്ടും പോയി. ആ കുഴപ്പമില്ല, നീരെ പോയി. ചെറിയ പ്രശ്നമുണ്ട്. എന്താ? ആളെ കാണണ്ടായ?
സ്റ്റെക്ക് ആണാ നല്ലുണ്ട്. അതല്ല പക്ഷി കിളി സ്റ്റെക്ക് ആയിരുന്നു. ഏ അതെന്ത് ഇറക്കിയുടെ ഇറക്കിട്ട് ഇവിടെ കൂട്ടിലാരെയോ പിടിച്ചിട്ടിരിക്കണ കേട്ടാ. ഞാൻ പോയി തുറന്നെടുത്തിട്ട് തരാം. ഞാൻ ഓൾറെഡി പുറപ്പെട്ട്. എവിടെ മെഷീൻ കൊണ്ട് വെച്ചിട്ട് ഒരുത്തൻ നിക്കുന്നവിടെ. അങ്ങനെ തന്നെയാണ്. ഇത് നമ്മ പിടിക്കാൻ പോണ ആളാണല്ലേ. ഇത് കൂട്ടിയുള്ളതാ. ആ അപ്പൊ തുറന്നിട്ടാ മതി. അപ്പൊ ഒന്നും ചെയ്യാല്ല. അപ്പൊ തന്നെ കേറിക്കോളും. ഓക്കെ. അല്ലല്ല അതല്ല ആ ആളല്ല. ഞാൻ നൈസായിട്ട് പോയി തുറന്നിട്ട് വന്ന് ഇത്തനെ. അവനെ അറിഞ്ഞു പോലില്ല അവിടെ തോക്കും പിടിച്ചിരിക്കുന്നവൻ. ഞാൻ അങ്ങനെ തന്നെ ചെയ്യാറ്. അവനെ അവിടെ നോക്കിക്കുന്ന തുമ്മുട്. പക്ഷെ ഇതിന്റെ വലിപ്പമുള്ളതാവും നമ്മ പിടിക്കാൻ പോകുന്നത് അല്ലേ. ബോസ് അല്ലേ, ബോസിന് വലിപ്പം കൊടുത്തിട്ടുണ്ടാവില്ലേ. ഇവിടെ ഒന്നും ഫാസ്റ്റ് ട്രാവൽ ഇല്ല. ഇവിടെ വരണ വഴിക്ക് നോക്കാം. ഇവിടെ അടുത്തുള്ളത് നോക്കട്ടെ ആദ്യം. കുറച്ച് ഇടത്തെ സൈഡിലുണ്ട് ഒരെണ്ണം. ഇത് അവിടെ അപ്പൊ എടുക്കണ ആ റൂട്ടാണോ? നമ്മ പോണ വഴിക്ക് വേറുണ്ട്. ഇതേ ഫ്രണ്ടിൽ ഒരെണ്ണം കാണുന്നുണ്ടാ. അതന്നെ എടുക്കണ. അത് നമ്മ പോണ റൂട്ട് തന്നെയല്ലേ? അതെ ഇത് പോയിട്ട് നമ്മുടെ അടിയിൽ എന്തോ ഒരു സാധനം. കൂട്ടില് ചെറിയ സാധനത്തിന് അടച്ചിട്ടുണ്ട്. അത് വേണ്ട. അയ്യോ ഇത് മറ്റേ ജീവുള്ള സാധനം പെട്ടി പറ്റിച്ച്. ആ പെട്ടിനെ പിടിക്കണം. അതിനെ കൊണ്ട് എന്തോ ഉപകാരമാണോ. സ്റ്റാമിന തീർന്ന എന്തോ താഴോട്ട് പോയല്ലേ. അതെ. ഞാനേ മറ്റേ ഇത് ചെയ്യുന്നുണ്ട് കേട്ടോ. നമുക്ക് ഞാൻ എല്ലാ എഗ്ഗും കളക്ട് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഞാൻ ഒന്നും വാച്ച് ചെയ്യുന്നില്ല, ഇൻക്യുബേറ്റ് ചെയ്യുന്നില്ല. ഇത് വലിയ ഡ്രാഗൺ ഇങ്ങനത്തെ ആരെങ്കിലും ഉണ്ടോ? ആ സ്റ്റാച്ചു പോലത്താണ്. ജോട്ട്മുണ്ട് അങ്ങനത്തെ ഉണ്ട്. ജോട്ട്മുണ്ട് അങ്ങനത്തെ ഒരു സാധനം ഉണ്ടല്ലേ. ജോർമുണ്ടേ. താഴെ പോയിട്ട് അടിക്കാനുള്ള ആരെ? ഇതിന്റെ താഴെ പോയിട്ട് അടിക്കാനുള്ള ഇവനാ ക്യൂവർ. അത് വേണ്ട, അത് 23. നമുക്ക് പിന്നെ തുറക്കാം. അല്ല പിന്നെ അടിക്കാം. നമുക്ക് ലെവൽ പറഞ്ഞ അടിക്കണം. അവന്റെ ശില്പ തോന്നുന്നുണ്ട്. അവന്റെ തോന്നുന്നുണ്ട്. അവന്റെ പോലെ ഉണ്ട്. ഇല്ല നമ്മ പഠിക്കാൻ പോണ അടുത്ത നമ്മളെ ബേസിൽ പണിക്ക് നിൽക്കുന്നുണ്ട്. നിന്റെ താവണ ഒരു ഡ്രാഗൺ കുഞ്ഞു പോലത്തെ നീര സാധനം. ഇല്ല ചില്ലറ്റ് അല്ല, ഇങ്ങനെ ഓടി നടക്കുന്ന സാധനം. ചില്ലറ്റ് നീന്തി നടക്കുന്ന സാധനം. അതെ നീ അറ്റാക്കിന് ഇറക്കാറുണ്ടല്ലോ ഇടക്ക്. കൊടുന്നുണ്ടാ എത്താനായ? എത്താനായി. അതേ ഒരു നീലേക്ക്. ലാർജ് കേട്ടാ. ഒരു വലിയ വീഡിയോ അങ്ങോട്ട് ചെയ്യണം നമുക്ക്. മുട്ട ഇരിക്കണേ കുറെ ഇൻക്യുബേറ്റർ നിരത്തി വെച്ച്. ഓൺലി ഫോർ ഇൻക്യുബേറ്റർ. ഒറ്റ ടൈപ്പ് ഇൻക്യുബേറ്റർ അല്ലേ ഉള്ളൂ? വേറെ ടൈപ്പ് ഒക്കെ ഉണ്ട് അല്ലെങ്കിൽ? റിവീൽ ആവാത്താണോന്ന് അറിയില്ല കേട്ടാ. അല്ല തേജുറോണിട്ട് കളിച്ചപ്പോ ഉണ്ടായിരുന്നില്ല. ഈ നൈറ്റ് വിങ് ഇതാവണ കേട്ടാ. ബോസ് ആവണ നിക്കുന്ന നൈറ്റ് വിങ്. അത് വേണേ നീ പിടിച്ചോ. അത് ഇതല്ലടാ, അത് വേറെ നൈറ്റ് വിങ്. പറക്കാൻ ഉപയോഗിക്കാം. നമ്മളെത്തി. ഇതേ ഇവിടെ ഉണ്ടാണ് ആള്. അതെ നിക്കുന്നത് വെള്ളത്തില്. കണ്ട നീ തവളെ? ഒരടി അടിച്ചു നോക്കട്ടെ. ഫയർ.
ഞാൻ അയച്ച 142. ആളെ അറിഞ്ഞൂരില്ല അവണ്. ആ അറിഞ്ഞേട്ടാ അറിഞ്ഞറിഞ്ഞു. വേണ്ട ഇറങ്ങി അടിക്കാം. ഇവിടെ നാണം കിടത്തല്ലേ പാവപ്പെട്ടവൻ. സിൻഡിക്കേറ്റിൽ നോക്കിക്കുന്നു. കത്തുന്ന വെള്ളത്തില് അടി. അയ്യോ 8 അടി അടി. ഇതെന്ത് ചെയ്യാൻ നോക്കട്ടെ. നക്കും എന്ത് ചെയ്യാ ശശി. അതിന്റെ അടി കൊണ്ട് ഒന്നായില്ലടാ. അടി. അയ്യോ ആ സിൻഡിക്കേറ്റല്ലേ വരുന്നത്. അവരൊന്നടി. അവൻ വെടിവെക്കുന്നു. കൊല്ലവനെ. അപ്പുറത്തെ ഒരുത്തനും കൂടി വരും തോക്കും കൊണ്ട്. എന്നെയാണ് അടിക്കുന്നത്. അവരെ പിടിക്കാരുന്നല്ലേ സിൻഡിക്കേറ്റർ. എന്ത് കാണിക്കുന്നത്? നീ ഇറങ്ങല്ലേ ഏട്ടാ അതിന്റെ ഓടി നിന്ന്. കേട്ടോ 37. എടാ കിട്ടിയടാ. ബോസ് ഫസ്റ്റ് കില്ല. സിമ്പിളായി കിട്ടില്ല ഇതിന്. അതും മറ്റേ നീരവ് എടുത്തിട്ട് ഞാൻ അറിഞ്ഞാണേ. നമ്മുടെ അടുത്തുള്ള ഫാസ്റ്റ് ട്രാവല് ബാക്കിലാണ് ഒരെണ്ണുള്ളത്. നമുക്ക് വന്നതിന്റെ ഓപ്പോസിറ്റ്. അവിടെ ഈ മരം എന്താണ്? ഈ മരം തിരുത്ത ഹൈലൈറ്റ് ആവണം കേട്ടാ. ഈ കാണുന്ന മരം കണ്ടാ ഞാൻ പോണ സൈഡില്. അതെന്ത് സാധനം? ഒന്നുമില്ല, വെറുതെ എവിടെ നോക്കിയാലും സാധനം കാണാൻ ശരിക്കും. ഓ അത് അവസാനം. ഓ അവിടെ ഉണ്ട് ഒരു ഇത് ഫാസ്റ്റ് ട്രാവല്. അതെന്താ ബോസ് ആണ് കാണുന്ന ടവർ? അവിടെ ടവർ ഉണ്ടോ? ടവർ ബോസ് ആണ് അത്. അങ്ങനത്തെ ടവറിലൊക്കെ ഓരോ ഫൈറ്റ് ഉണ്ടാവും. അവിടെ പോയിട്ട് ഇത് എടുക്കണ അടി വേണ്ട. ഇവിടെ തന്നെ പോവാ. ഇവിടെ എടുക്കാം. പണിക്ക് എടുക്കട്ടെ അവനെ. അവിടുത്തെ ഡുമണ്ടിനെ മാറ്റിട്ട് ബോസ് ഡുമണ്ടിനെ ആക്ക പണിക്ക്. ഇവൻക്ക് എടുത്ത് കൊടുത്തോ പോരെ? മറ്റേ സാധനം വെച്ചിട്ട് ബെല്ലോട്ട് എന്തോ ഇതാക്കൂലേ? വായിക്കൂലേ അവരാത്മ. അയ്യോ ഇത്ര ദൂരം വന്നു. അടുത്ത ബേസ് പണിയണം. ഇപ്പൊ വന്നെന്റെ നടക്ക് എവിടെയെങ്കിലും. ദൂരം കൂടുതലാ. ഡുമുട തലയാ. 3 ഡുമുടായി. ഓക്കെ, എല്ലാവരും ആത്മാവും ബോസിലോട്ട് കയറട്ടെ. ഇവൻ മെയിൻ. ഇവനിലോട്ട് യൂസർ stronger thanks to the noble sacrifice of its companions. അയ്യോ സാക്രിഫൈസ് ചെയ്തെന്ന് പണിക്കിറങ്ങി. എടേ ഇത്ര കൊൽപ്പുണ്ടായിരുന്ന? നേരെ ഉറങ്ങാൻ പോണോക്കി. പണ്ടേ കിടന്നുറങ്ങുന്നു. ബോസേടാ ഉറങ്ങുന്ന ബോസിന് ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലേ? ഉറങ്ങുന്ന ആളെ എടുക്കാൻ പറ്റില്ലേ? ഉറങ്ങി. ഞാൻ മുട്ട എടുത്തേക്കട്ടെ. മുട്ട എടാ കല്ലൊക്കെ കൊടുന്ന് വെച്ചിട്ടുണ്ട് അതിൻ്റെ അകത്ത്. പത്ത്. അപ്പൊ ഇതിന്റെ എന്തോ ഒരു സൗണ്ട് പുറത്ത് തട്ടിയാവണം കേട്ടാ. അപ്പൊ ഇതിന്റെ ഒക്കെ ഇൻക്യുബേറ്റിംഗ് വീഡിയോ ലാസ്റ്റ് ഞാൻ ചെയ്യാം കേട്ടാ. അതാ നല്ലത്. ലാസ്റ്റ് നമുക്ക് അപ്പത്തിനും അത്യാവശ്യം എഗ്ഗൊക്കെ കളക്ട് ചെയ്തിട്ട് ഒരു വീഡിയോ എഗ്ഗ് ഇൻക്യുബേറ്റ് ചെയ്യുന്ന മാത്രമായിട്ടൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ. അങ്ങനെ നമ്മൾ ഡോർട്ട്മുണ്ടിനെ പിടിച്ചു. ഡോർട്ട്മുണ്ട് എന്ന് പറയുന്നത് അത് മറ്റേ ടീമിന്റെ പേരല്ലേ? ഡൊമുണ്ട്. കുറേ നേരം ഡോർട്ട്മുണ്ട് എന്ന് പറഞ്ഞതാണല്ലേ? ഓക്കെ, അപ്പോൾ ഡൊമുണ്ടിനെ പിടിച്ചിട്ടുണ്ട്.
ഡുമ്മുട്ട് അടുത്തത് ആരെ പിടിക്കുന്നൊരു ഐഡിയ ഇല്ല. അപ്പം നോക്കാം, അടുത്ത വീഡിയോ ആയിട്ട് എന്തായാലും വരാം. അപ്പോൾ ഡുമ്മുടിനെ പിടിച്ചു. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ. എല്ലാവരും ലൈക്ക് അടിക്കുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.